ഹലോ ഗായ്സ്, നമ്മൾ വിൻറ്റേജ് ജേണൽ കിറ്റ് ഉണ്ടാക്കിയ ടൈമിൽ കുറേ പേര് ചോദിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, ചേച്ചി ഒരു കവായ് ജേണൽ കിറ്റ് അല്ലെങ്കിൽ ഒരു ക്യൂട്ട് ജേണൽ കിറ്റ് ഉണ്ടാക്കുന്നത് കാണിക്കാമോ എന്ന്. പക്ഷെ ഇത് ഉണ്ടാക്കാനായിട്ട് കുറച്ചൊന്ന് വൈകി, വേറൊന്നും കൊണ്ടല്ല കേട്ടോ, കുറച്ച് തിരക്കിൽ പെട്ടു, അതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള കവായ് ജേണൽ കിറ്റാണ്. അപ്പോൾ നമ്മൾ അതിൽ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ഒരു ബുക്ക്ലെറ്റാണ്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന A4 ഷീറ്റാണ്. പിന്നെ നിങ്ങൾക്ക് ബുക്ക് ഉണ്ടാക്കേണ്ട കാര്യമൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല, കാരണം നമ്മൾ കുറേ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ബുക്ക്ലെറ്റ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മൾ A4 ഷീറ്റും കൊണ്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനിങ്ങനെ രണ്ടാക്കി മടക്കി പിന്നെ അതിനെ കയ്യും കാലൊക്കെ കൂട്ടി വെച്ച് പശയൊക്കെ തേച്ച് പിന്നെ അതൊന്ന് സെക്യൂറായിട്ട് കിട്ടാൻ വേണ്ടി അതിൻ്റെ നടുക്ക് ഒരു പശയും ഒരു പേപ്പറും കൂടി ഇതേപോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ ഏതെങ്കിലും പഴയ ബുക്കിൻ്റെ പേജസ് ഒക്കെ എടുത്തിട്ട് ഒരു ബുക്ക്ലെറ്റ് ഉണ്ടാക്കുക എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ നിങ്ങൾ ക്വാളിറ്റി എന്ന് എടുത്ത് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു A4 ഷീറ്റ് തന്നെ ഞാൻ എടുത്തത്. അപ്പം നമ്മളുടെ ബുക്ക്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനൊരു അട്ട ഉണ്ടാക്കി കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ചാർട്ട് പേപ്പറാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ട് പേപ്പർ തീരെ കട്ടിയില്ല ഗൈസ്, ഒരു നൈസായിട്ടുള്ള ചാർട്ട് പേപ്പർ. പിന്നെ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഏതായാലും അട്ട ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അട്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് പീസ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന ബുക്ക്ലെറ്റിനെക്കാട്ടി കുറച്ചൊന്ന് വീതിയിൽ നിൽക്കണം. അപ്പോൾ ഈ രണ്ട് സൈഡ് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പൊതുവേ ഞാനിത് ഉണ്ടാക്കുന്ന ടൈമിൽ ഇനി നടുക്കൊരു കാർഡ്ബോർഡ് പീസും കൂടെ വെക്കുകയായിരുന്നു. പക്ഷേ അതിനും കാട്ടി കുറച്ചുകൂടി രസത്തിൽ കിട്ടുന്നത് ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തത്. പിന്നെ ഇതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് പെട്ടിയായിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ അട്ടയിടാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ജേണൽ കിറ്റും ബുക്കൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്യുന്നത് +2 കഴിഞ്ഞിട്ട് വെക്കേഷൻ ടൈമിലായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഈ ഒരു ബുക്ക്ലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ബുക്ക്ലെറ്റ് ഈ ഒരു ചട്ടിയിൽ ഒട്ടിക്കൂലേ, അപ്പോൾ അതിൻ്റെ നടുക്ക് ഞാൻ പശ തേക്കും ഗൈസ്. സൈഡിലും നടുക്കൊക്കെ പശ തേച്ച് ആ ബുക്ക്ലെറ്റ് അങ്ങോട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നിവർത്താനും പറ്റില്ല, മടക്കാനും പറ്റില്ല, അങ്ങനെ കട്ടിക്കിരിക്കും. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ നടുക്ക് ഒരിക്കലും പശ തേക്കരുത്, അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും മാത്രം പശ തേച്ചാൽ മതിയെന്ന്. അങ്ങനെ ഒരു പാഠം എനിക്ക് കിട്ടി. അതിന് ശേഷം ഞാൻ ശരിക്കും ഒന്ന് ബുക്ക് ഉണ്ടാക്കാനായിട്ട് പഠിച്ചത്. അപ്പോൾ നമ്മുടെ ബുക്ക്ലെറ്റ് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഇതിൻ്റെ കവർ പേജ് ഒന്ന് ക്യൂട്ടാക്കി എടുക്കാം. ഈ ഒരു കവർ പേജിന് ഞാൻ എന്ത് വരയ്ക്കുന്നത് ഞാൻ കുറേ തവണ ആലോചിച്ചു, എന്തെടുക്കണം. ലാസ്റ്റ് ഞാൻ പിൻട്രസ്റ്റ് നോക്കി കുറേ തപ്പി ഏത് വരയ്ക്കണമെന്ന്. അതിൽ കുറേ ഐറ്റംസ് ഉണ്ട് ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെടും, പക്ഷേ എനിക്കത് വരയ്ക്കാൻ അറിയില്ല. ലാസ്റ്റ് എനിക്ക് വരയ്ക്കാൻ അറിയുന്ന ഒരു സാധനം കിട്ടി, അത് സ്ട്രോബെറി ടൈപ്പിലാണ് കിട്ടി. പിന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനത് എനിക്കറിയുന്ന രീതിയിൽ ഞാൻ വരച്ചെടുത്തു. അത് വരയ്ക്കാൻ പറ്റ പാട് എന്നോട് ചോദിക്കണം ഗൈസ്. ഞാൻ കുറച്ച് വരയ്ക്കും മായ്ക്കും, കുറച്ച് വരയ്ക്കും മായ്ക്കും, ഇങ്ങനെ പോയി ലാസ്റ്റ് ഇതിൻ്റെ കളറ് വരെ മാറുമെന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. ഈ ഒരു വെള്ള പേജ് കറുപ്പ് കളറാവുമെന്ന് വരെ എനിക്ക് ഡൗട്ടായിട്ട് ലാസ്റ്റ് ഞാൻ അത് വരച്ചെടുത്ത് റെഡിയാക്കി ഇങ്ങനെ കിട്ടിയതാണ് ഗൈസ്. എനിക്ക് പിന്നെ വരയ്ക്കാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ പെയിൻ്റൊക്കെ നല്ല വൃത്തിക്ക് അടിച്ചോളും. ഞാൻ ഇവിടെ അക്രിലിക് കളേഴ്സാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. എനിക്ക് ഈ ഒരു അക്രിലിക് കളേഴ്സ് കൊണ്ട് അടിക്കാൻ ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അതേപോലെ തന്നെ വാട്ടർ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇവിടെ അക്രിലിക് എടുത്തുകൊണ്ട് നിങ്ങളും അക്രിലിക് എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. വാട്ടർ കളർ ആണെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. എനിക്ക് ഈ ഒരു സ്ട്രോബെറി വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. അതായത് എൻ്റെ മുന്നുള്ള വീഡിയോസൊക്കെ കണ്ടിരിക്കുന്നവർക്ക് അറിയാം, നമ്മളിപ്പോൾ വാഷ് ടേപ്പ് ഉണ്ടാക്കുകയാണെങ്കിലും പാറ്റേൺ പേപ്പർ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു സ്ട്രോബെറി നമ്മൾ എന്തായാലും വരച്ചിരിക്കും. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വരച്ചിട്ടില്ലെങ്കിലും നമ്മൾ ചെറിയ രീതിയിൽ വരച്ചിരിക്കും. പക്ഷെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട്. സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെ വേണേൽ വരയ്ക്കും ഗൈസ്. ഇത് ഞാൻ വരച്ച് വന്നപ്പോഴാണ് ഇതിൻ്റെ മൂക്ക് എവിടെ, ഇതിൻ്റെ വായ എവിടെ വന്നിട്ട് എൻ്റെ അമ്മൻ്റെ ഒരു ക്വസ്റ്റ്യൻ അതെന്നെ അടങ്ങാറാക്കി ഗൈസ്. ഇത് രസമില്ല ഗൈസ്, ഇത് ചിരിക്കണ മാതിരിയല്ല തോന്നുന്നത്. അപ്പം നമ്മളിവിടെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൈസ് ഇത്രയ്ക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നു. ഞാൻ എന്തെങ്കിലും ഇവിടെ ഏടാകുടങ്ങളൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ അങ്ങോട്ട് കിട്ടി. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ച് നോക്കാം. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ ബുക്ക്ലെറ്റിനും കാട്ടി അടിപൊളിയായിട്ടായിരുന്നു കേട്ടോ ഗൈസ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബുക്ക്ലെറ്റ് ഇഷ്ടപ്പെട്ട എന്തായാലും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു ഡൈ പോസ്റ്റ് സ്റ്റാമ്പ് ഉണ്ടാക്കാം. അടുത്തായിട്ട് സ്റ്റാമ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് വാട്ടർ കളറിൻ്റെ ഷീറ്റാണ്. വാട്ടർ കളറിൻ്റെ ഷീറ്റ് നിങ്ങൾ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. എൻ്റെ കയ്യിൽ കുറേ വാട്ടർ കളറിൻ്റെ ഷീറ്റ് ഉണ്ട്. ഏതായാലും അതിൽ പെയിൻറ്റ് ചെയ്യണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഓരോ ജേണൽ കിറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എടുത്തത്. ഇനി നമ്മൾ സ്റ്റാമ്പുകൾ ഉണ്ടാക്കാനായിട്ട് 4:5 എന്ന റേഷ്യോയിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. 4 സെൻറ്റിമീറ്റർ വീതിയും
5 സെൻറ്റിമീറ്റർ നീളമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഫുള്ള് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെയൊക്കെ ഒന്ന് വാഷി ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിൽ വരച്ചെടുക്കാം. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസും എല്ലാ കാര്യം ചെയ്തൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് ഇത് എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇത് വോയിസ് ഓവർ കൊടുക്കാം. ഈ ഒരു സ്ഥലം എത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം ശരിക്കും ഓർമ്മ വന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ടൈമിൽ രാവിലെ തൊട്ട് 5 മണി വരെ തീരെ കറണ്ടില്ല. ആ ചൂട്ടത്തിരുന്നിട്ടായിരുന്നു ഗൈസ് ഞാനിത് ഫുള്ള് വരച്ചെടുത്തത്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലൊരു ടേബിൾ ലൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് ഓടി അവൻ്റെ ടേബിൾ ലൈറ്റും അടിച്ചു മാറ്റിയിട്ട് 2 ടേബിൾ ലൈറ്റും കൂടെ വെച്ചിട്ടായിരുന്നു ഗൈസ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാമ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പെസ്റ്റൽ കളേഴ്സാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബേസായിട്ട് കൊടുത്തിരിക്കുന്നത് ഫുള്ള് പെസ്റ്റൽ കളേഴ്സാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പെസ്റ്റൽ കളേഴ്സ് ഇല്ലെങ്കിൽ ഉള്ള നിങ്ങളുടെ അക്രിലിക് കളേഴ്സിൽ ഒന്ന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. മുന്നൊക്കെ എൻ്റെ സ്ഥിരം പരിപാടി ഇത് തന്നെയായിരുന്നു. വെള്ളം ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഓരോരോ കളേഴ്സ് ഉണ്ടാക്കലൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ വൈറ്റ് കളർ ഉണ്ടെങ്കിൽ വൈറ്റ് കളറായിട്ട് മിക്സ് ചെയ്ത് ഓരോരോ കളർ ഉണ്ടാക്കിയെടുത്താലും മതി കേട്ടോ. ഞാൻ ഇവിടെ ചൂടായത് കൊണ്ട് തന്നെ പിന്നെ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിമ്പിളായിട്ടുള്ള ഡിസൈനുകളാണ് കേട്ടോ ഇതിലൊക്കെ വരച്ചു കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് അത്രയും ഒരു എഫേർട്ട് എടുത്തതിനൊരു റിസൾട്ട് ഇതിൻ്റെ ഫൈനലി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ക്വാളിറ്റിയോട് കൂടിയുള്ള ജേർണൽ കിറ്റ് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ അക്രിലിക് കളേഴ്സ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ വാട്ടർ കളർ ഏതെങ്കിലും എടുക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ അക്രിലിക് കളേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കണം. ഉള്ളത് വെച്ചിട്ട് നമ്മളൊരു ജേർണൽ കിറ്റ് ഉണ്ടാക്കിയെടുക്കുക. എന്തായാലും ജേർണൽ കിറ്റ് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ജേർണലൊക്കെ ചെയ്യുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ്. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ നോക്കണം. അപ്പോൾ നമ്മളിവിടെ എല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെ വലിച്ച് പറിച്ചെടുത്ത് ഓരോന്നായിട്ട് എടുക്കുക. നമ്മളിവിടെ ഡൈ പോസ്റ്റ് സ്റ്റാമ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ തന്നെ എടുത്ത് സ്റ്റാമ്പായിട്ട് ഉപയോഗിക്കുക. ഞാനിവിടെ സ്റ്റാമ്പ് രൂപത്തിൽ തന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് പഞ്ചും കൂടെ ചെയ്ത് അതിൻ്റെ സ്റ്റാമ്പ് രൂപത്തിൽ തന്നെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പഞ്ചർ ഇല്ലെങ്കിൽ നോർമലി എങ്ങനെയാണോ അങ്ങനെ തന്നെ യൂസ് ചെയ്താലും മതി. പക്ഷേ ഇതിൻ്റെ ഒരു സ്റ്റാമ്പ് രൂപത്തിൽ വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. അടുത്തായിട്ട് നമ്മൾക്ക് വാഷി ടേപ്പ് ഉണ്ടാക്കാം. നമ്മളിവിടെ വാഷി ടേപ്പ് ഉണ്ടാക്കാനായിട്ട് A4 ഷീറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1.5 സെൻറ്റിമീറ്ററിൽ നീളക്കാൻ അങ്ങോട്ട് വരച്ചു കൊടുക്കാം. ഞാനിവിടെ വാഷി ടേപ്പൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഒരു സബ്സ്ക്രൈബർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേച്ചി മാസ്കിൻ ടേപ്പിൽ ഒന്ന് വാഷി ടേപ്പ് ഉണ്ടാക്കുമെന്ന്. ഞാനത് ട്രൈ ചെയ്ത് നോക്കി കഴിച്ച് എനിക്ക് പക്കാ ഫെയിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൽ വരച്ചു കൊടുക്കുന്ന ആ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്ന സാധനം എൻ്റെ കൈമേ തന്നെ പിടിക്കുകയെന്ന്. ഞാനിട്ട് വിചാരിച്ചു എന്നാൽ 1 മണിക്കൂറെങ്കിലും ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ട് എന്നിട്ട് നോക്കാമെന്ന്. എന്നിട്ടും എൻ്റെ കയ്യിൽ തന്നെ അത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു മാസ്കിൻ ടേപ്പിൽ എന്തായാലും വേണ്ട, A4 ഷീറ്റിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് A4 ഷീറ്റിൽ തന്നെ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലും പെസ്റ്റൽ കളേഴ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മളിനി അങ്ങോട്ട് ഈ ഒരു സെയിം കളർ കോമ്പിനേഷൻ തന്നെ പ്രതീക്ഷിക്കാം കേട്ടോ. ഞാൻ ഇത്രയും വീതിക്ക് വരച്ചു കൊടുത്തിരിക്കുന്നത് നമ്മൾക്ക് ഒരു വാഷി ടേപ്പ് നമുക്ക് രണ്ടെണ്ണം ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളൊക്കെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 ലൈനായിട്ട് ഇങ്ങനെ ഒരേ കളർ തന്നെ വരച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് വരച്ചു കൊടുക്കുമ്പോൾ എനിക്ക് എൻ്റെ തോട്ടിൽ വന്ന എൻ്റെ തോന്നൽ പോലെ കേട്ടോ ഞാൻ വരച്ചു കൊടുത്തത്. ആദ്യത്തേൽ ഞാൻ ഇതേമാതിരി പൂക്കളൊക്കെ വരച്ചു കൊടുത്തു. പിന്നെ വിചാരിച്ചു എന്ന ഇലകൾ വരച്ചു കൊടുക്കാമെന്ന്. പിന്നെ കുറച്ച് ലൗച്ചിനെ വരച്ചു കൊടുത്തു. പിന്നെയും സെയിം എന്താണോ ഫസ്റ്റ് ചെയ്തത് അത് തന്നെ ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ പക്ഷേ എനിക്ക് ഈ പൂക്കൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനോട് മാച്ചായിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്തതിൽ വിചാരിച്ചു നമ്മളെപ്പോഴും നമ്മളൊരു ഗ്രിഡ് ലൈൻ എന്തായാലും ഇടുന്നതല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഗ്രിഡ് ലൈൻസ് അങ്ങോട്ട് വരച്ചു കൊടുക്കാമെന്ന്. എന്നിട്ട് പിന്നെ അടുത്തതിൽ വിചാരിച്ചു നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് സ്ട്രോബെറി. അപ്പോൾ എനിക്കൊരു സ്ട്രോബെറി ഇല്ലെങ്കിൽ അതൊരു ഇൻകംപ്ലീറ്റ് ആയ പോലെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്ട്രോബെറി അടുത്തതിൽ വരച്ചു കൊടുക്കാം. എന്നിട്ട് അടുത്ത വാഷി ടേപ്പിൽ എന്ത് വരച്ചു കൊടുക്കാൻ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വെള്ള കുത്തുകളും ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് വെള്ള കുത്തുകൾ ഇട്ട് കൊടുത്തത്. അതും നല്ല രസത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം ഫുള്ള് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് അതേപോലെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി റോൾ ചെയ്ത് എടുക്കുകയും കൂടെ ചെയ്യണം. അതിനായിട്ട് നമ്മളുടെ വാട്ടർ കളറിൻ്റെ ഷീറ്റ് തന്നെയാണ് ഇവിടെ റോൾ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ നീളക്കൻ എടുത്തിട്ട് അതിന്ന് വട്ടത്തിൽ ചുറ്റിയിട്ട് അതൊന്ന് സ്ട്രാപ്ലറും കൂടെ ചെയ്ത് കൊടുത്താൽ അതൊന്ന് സെക്യൂറായിട്ട് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ഥലത്ത് പശ തേച്ച് ഒട്ടിക്കാം കേട്ടോ. ഈ ഒരു വാട്ടർ കളറിൻ്റെ ഷീറ്റിൽ പശ തേച്ച് കഴിഞ്ഞാൽ തീരെ ഒട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാപ്ലർ തന്നെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വട്ടം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിൽ നമ്മളുടെ വാഷി ടേപ്പ് ചുറ്റി കൊടുക്കാം. ഇത് നമ്മൾ ഒട്ടാത്ത സാധനമാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് സെക്യൂറായിട്ട് കിട്ടാൻ വേണ്ടി ഈ ഒരു പേപ്പറും കൂടി ഇതുമേ ചുറ്റി കൊടുക്കുന്നത്. അങ്ങനെ നമ്മളുടെ വാഷി ടേപ്പുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മൊത്തത്തിൽ 12 ഉണ്ടാക്കിയെടുത്തു. സെയിം കളറായതുകൊണ്ടാണ് ഞാനിവിടെ 6 തന്നെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അടുത്തായിട്ട് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം.
നമ്മൾ ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയായിരുന്നു ഗൈസ് ഈ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കുക എന്നുള്ളത്. ഇത് കട്ട് ചെയ്ത് തന്നത് എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് എനിക്ക് കട്ട് ചെയ്യണ പരിപാടി ഇല്ലായിരുന്നു. അപ്പോൾ ഇത് വരച്ചു കൊടുക്കുക, അതൊന്ന് കളർ ചെയ്ത് കൊടുക്കുക, ആ ഒരു പരിപാടി മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എനിക്കിത് വരച്ചു കൊടുക്കുന്ന സെഗ്മെൻറ്റ് ഞാൻ ഒന്നുപോലും തെറ്റിച്ചില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. എൻ്റെ ദൈവമേ, അല്ലെങ്കിൽ ഞാൻ പെൻസിലും കൊണ്ടാണെങ്കിൽ വരെ തെറ്റിക്കുന്ന ഒരാൾ പേനയും കൊണ്ട് വരയ്ക്കാൻ എനിക്ക് കിട്ടി ഗൈസ്. പിന്നെ ഇത് ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റുന്നതായിരുന്നു. എനിക്ക് പൊതുവേ ട്രേസ് എടുക്കുമ്പോൾ ഇഷ്ടമല്ല. എനിക്ക് എങ്ങനെയാണോ ഉള്ളത് അത് നോക്കി വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നോക്കി വരച്ച് ഇരിക്കുന്നത്. ഞാൻ കൂടുതലും ഈ ക്ലൗഡ് സാധനങ്ങളായിരുന്നു എടുത്തത്. കാരണം അത് പെയിൻറ്റ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. അതിൻ്റെ തലയും കാലും അതിൻ്റെ ഒരു സൈഡും മാത്രം പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അത് വരച്ചെടുക്കുന്നത്. ഞാൻ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഈ സ്റ്റിക്കറൊക്കെ എങ്ങനെയെന്നൊരു ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ നെയിം സ്ലിപ്പ് വാങ്ങും. അത് വാങ്ങുന്നത് ഷീറ്റുകളായിട്ടായിരിക്കും. കാരണം എനിക്കും വേണം ഏട്ടനും വേണം. പിന്നെ നെയിം സ്ലിപ്പ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് എനിക്ക്. അപ്പോൾ അതും ടോയ്സ് ഉള്ളത്. അവനാണെങ്കിൽ സ്പൈഡർമാൻ കാറിൻ്റെയൊക്കെ, എനിക്കാണെങ്കിൽ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ടോയ്സിൻ്റെയൊക്കെ ഉള്ളത്, ബാർബി അങ്ങനെയൊക്കെ ഉള്ളത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ നെയിം സ്ലിപ്പിത്തെ ആ പിക്ചേഴ്സ് ഫുള്ള് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് എൻ്റെ ബോക്സിൽ, കുപ്പിയിൽ, ബാഗിൻ്റെ സൈഡിൽ, എന്നിട്ട് അതിൻ്റെ കീ ചെയിനിലൊക്കെ കൊണ്ടുപോയിട്ട് ഒട്ടിക്കും. ഇതായത് എൻ്റെ മെയിൻ പരിപാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് എനിക്ക് ഈ സ്റ്റിക്കറിൻ്റെ പരിപാടി. നിങ്ങൾക്ക് ഈ കവായി സ്റ്റിക്കർ എൻ്റെ സ്വിച്ച് ബോർഡിൽ ഒട്ടിച്ച കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? അത്രയ്ക്ക് പ്രാന്താണ് ഗൈസ് എനിക്ക് ഈ സ്റ്റിക്കർ. ഞാൻ ഈ വീഡിയോസൊക്കെ മാക്സിമം കട്ട് ചെയ്തായിട്ടായിരിക്കും ഇവിടെ ഇട്ടുണ്ടാവുക. എന്നാൽ എനിക്ക് പറയേണ്ട സാധനങ്ങളൊന്നും കംപ്ലീറ്റ് പറയാണ്ട് ഇരിക്കുന്ന മാതിരി ലാസ്റ്റ് കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് അത് പറയാൻ പറ്റില്ല, എനിക്ക് ഇത് പറയാൻ പറ്റില്ല എന്നുള്ളൊരു കൺഫ്യൂഷനിലെത്തുക. ഇവിടെ നമ്മൾ കവായി ടൈപ്പ് സ്റ്റിക്കേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഫ്ലവർ ടൈപ്പും വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഈ കവായി ടൈപ്പിൽ ഫുള്ള് നമുക്കൊന്ന് കളറും കൂടെ ചെയ്തെടുക്കണം. ഈ ഒരു ഐറ്റം കളർ ചെയ്യണതിൻ്റെ കുറച്ച് മുന്നായിരുന്നു ഈ ഒരു ബ്രഷ് പെന്ന് വന്നിട്ടുണ്ടായിരുന്നു, അതും പെസ്റ്റൽ കളേഴ്സിൻ്റെ. എനിക്ക് വന്ന സന്തോഷം, എനിക്ക് ഈ ഒരു പുതിയൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പഴയ സാധനത്തിന് ഞാൻ അവിടെ ഇടും. അങ്ങനെ ഒരു സ്വഭാവം എനിക്ക് ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എനിക്ക് ഈ ഒരു പുതിയ സാധനം കിട്ടിയ പിന്നെ അക്രിലിക് കളേഴ്സൊക്കെ അവിടെ ഇട്ട്, എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇതും കൊണ്ട് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ചധികം ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളുടെ ഷോർട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഷോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഷോർട്ടിൽ അതിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഐറ്റം ഫുള്ള് നമ്മൾ വരച്ചെടുത്ത് കളറൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്തും കൂടി എടുക്കണം. ഇത് കട്ട് ചെയ്ത് തന്ന് ഫുൾ എൻ്റെ അമ്മയാണ് കേസ്. ഞാനത് കട്ട് ചെയ്യാൻ തൊട്ടിട്ട് പോലില്ല, ഫുൾ അമ്മ ചെയ്ത് തന്നു. പിന്നെ ഞാനത് ഫുള്ള് ഫ്ലവർ സ്റ്റിക്കർ പറഞ്ഞിട്ടൊരു കവറിലിട്ടു, പിന്നെ കവായി സ്റ്റിക്കർ പറഞ്ഞിട്ട് വേറൊരു കവറിലിട്ടു. ഇത്രയും എനിക്ക് പണി ഉണ്ടായിരുന്നുള്ളൂ. ഇനി അടുത്തായിട്ട് നമുക്ക് കുറച്ച് കോഡ്സ് ഉണ്ടാക്കാം. നമ്മളിവിടെ കോഡ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ വാട്ടർ കളറിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് ബ്രഷ് പെൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തിരിക്കുന്നത് ദേ ഒരു പെന്നാണ്. ഒരു പെന്നിൻ്റെ പേര് പിഗ്മെൻറ്റ് ലൈനർ വാട്ടർ ബേസ്ഡ് വാട്ടർ റെസിസ്റ്റൻറ്റ് പെന്ന് എന്നാണ് കേട്ടോ. അത് ഓരോരോ ഷെയ്ഡായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ മേലെ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത്രയാണ്. നമുക്ക് 0.5 ഇതിൽ വേണമെങ്കിൽ അതെടുക്കുക, പിന്നെ 1 ഇഞ്ചിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. അങ്ങനെയുള്ള പെന്നാണ് ഇത്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പെന്ന് ഏതാണെന്ന്, അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. ഈ ഒരു കോഡ്സ് എഴുതിയെടുക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ റൂം കണ്ടിരിക്കണവർക്ക് അറിയാം, എൻ്റെ ചുമരിൽ തന്നെ ഒരു 108 മോട്ടിവേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് കോഡ്സ് കാര്യങ്ങളൊക്കെ തപ്പേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ ചുമരിൽ കുറേ ഉണ്ടായി, എൻ്റെ ബുക്കിൽ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ അങ്ങോട്ട് വെച്ച് നീട്ടി എഴുതി. പിന്നെ അതിൽ കുറേ കളേഴ്സ് അങ്ങോട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതൊന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി കുറച്ച് ലൗച്ചിനും പൂക്കളൊക്കെ അതിൻ്റെ സൈഡിലൊക്കെ വരച്ചു കൊടുത്തപ്പോൾ അതൊന്ന് ക്യൂട്ടാക്കി കിട്ടി കേട്ടോ. ഇനി നമ്മളിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതാ കോഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു കവറിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്തായിട്ട് പോളറോയിഡ് പെയിൻറ്റിങ്സ് അങ്ങോട്ട് ഉണ്ടാക്കാം. ഇതിന് ശരിക്കും പോളറോയിഡ് പെയിൻറ്റിങ് തന്നെയാണോ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ ഗൈസ്. ശരിക്കും പോളറോയിഡ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഗ്യാപ്പ് വരലുണ്ട്. ഞാൻ ഇതിൽ ഗ്യാപ്പൊന്നും ഇടാണ്ടാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും എനിക്ക് ഇതിൻ്റെ പേര് എങ്ങനെയാണോ അതോ പോർട്രേറ്റ് ടൈപ്പിലാണോ എങ്ങനെയാണ് അറിയാത്തതുകൊണ്ട് ഞാൻ അതിനൊരു ഇങ്ങനെ പേരിട്ടാണ്. ശരിക്കും ഇതിൻ്റെ പേര് അറിയുകയാണെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ഇടുന്നത് എനിക്ക് ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മൾ പിന്നെയും പഴയ ടൂൾ തന്നെ എടുത്തിരിക്കുകയാണ്. നമ്മുടെ പെസ്റ്റൽ കളേഴ്സ് അക്രിലിക് കളർ തന്നെ എടുത്തു. കാരണം ഇതിൽ തന്നെ ചെയ്യുന്നതാണ് കൂടുതലും ഭംഗിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതന്നെ എടുത്തത്. നമ്മളിതിൽ 5 സെൻറ്റിമീറ്റർ വീതിയും 6 സെൻറ്റിമീറ്റർ നീളവും അങ്ങനെ ഒരു രീതിക്കാണ് ഇതിനെ നമ്മൾ വരച്ചെടുത്തിരിക്കുന്നത്. ആദ്യം ഞാൻ പേന വെച്ചിട്ടാണ് ഇത് വരച്ചെടുത്തത്, പിന്നെയാണ് നമ്മളിതിൽ കളർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു റേഷ്യോയിൽ എടുക്കുന്നത് നമ്മൾ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ
ഐറ്റംസ് ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരിക. കാരണം നമ്മൾക്ക് ഇങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ജേർണലിങ് ചെയ്യാൻ ഭയങ്കര രസമായിട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനത്തെ പോർട്രേറ്റ് ടൈപ്പ് സാധനങ്ങൾ നിങ്ങൾക്ക് മാക്സിമം എത്രണ്ണം ചെയ്യാൻ പറ്റുമോ അത്രണ്ണം ചെയ്യുക. അതേപോലെ തന്നെയാണ് നമ്മളുടെ പാറ്റേൺ പേപ്പേഴ്സും. അപ്പോൾ ഈ 2 ഐറ്റംസും നമ്മൾക്ക് മാക്സിമം എത്രണ്ണം ചെയ്യാൻ പറ്റുമോ അത്രണ്ണം തന്നെ ചെയ്തെടുക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. പിന്നെ നമ്മളുടെ അടുത്ത് കുറേ സബ്സ്ക്രൈബേഴ്സ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ചേച്ചിൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ തൊട്ടാണ് ഞങ്ങൾ ജേർണലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തതെന്ന്. അങ്ങനെയുള്ള ഓരോ മെസ്സേജസൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും രോമാഞ്ചം പറയില്ല, അങ്ങനെ രോമാഞ്ചം വരും ഗൈസ്. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ വീഡിയോസൊക്കെ ആരെങ്കിലുമൊക്കെ കാണും, അങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റാണ് എനിക്കുള്ളത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഒരു ജേർണലിയൊക്കെ ചെയ്യാന്നൊക്കെ അങ്ങനെ കേൾക്കുന്ന കാര്യമൊക്കെ എനിക്ക് വളരെ വലുതാണ് ഗൈസ്. അപ്പോൾ എനിക്ക് അങ്ങനെ കേൾക്കുന്നതൊക്കെ ഒരുപാട് ഇൻസ്പയർഡാണ്. ഞാൻ തന്നെ എന്നെ സൂപ്പർ എന്നൊക്കെ ഞാൻ തന്നെ എന്നോട് പറയലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എല്ലാം പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ വരയ്ക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള എൻ്റെ സ്ഥിരം അലങ്കോല പരിപാടികൾ തന്നെയാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ അതേ സെയിം ഡിസൈൻസൊക്കെയാണ് ഞാൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ ഈ ഒരു സ്റ്റെപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ അനിയത്തി വന്നിട്ട് ചോദിക്കും, ചേച്ചി എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ഐറ്റം തരുമോയെന്ന്. അപ്പോൾ ഞാൻ പറയും, എടി നീ തന്നെ ഉണ്ടാക്കുക, എന്നാൽ മാത്രമാണ് അതിനൊരു വാല്യൂ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നമുക്കത് നമ്മൊരു ജേർണലിലേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്കത് തിരിച്ചറിയുള്ളൂ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ആ ശരി ചേച്ചി, നമുക്കത് റെഡിയാക്കാൻ ഞാൻ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എല്ലാം ഫിനിഷ് ചെയ്ത് അതിനെ കട്ട് ചെയ്ത് അതേപോലെ എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ ക്വാളിറ്റിയോട് കൂടെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാം. പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ A4 ഷീറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു A4 ഷീറ്റിന് നമ്മൾ 2ആയിട്ട് മറക്കിയിട്ട് അതിനൊന്ന് കീറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പാറ്റേൺ പേപ്പർ ലവ് ചിഹ്നമാണ്. ഫുള്ളായിട്ട് അങ്ങോട്ട് ലവ് ചിഹ്നം വരച്ചിട്ട് അതിൽ ഫുള്ള് റെഡ് കളർ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതോ ഫസ്റ്റത്തെ പേപ്പർ ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്തതിൽ നമ്മൾ സെയിം ലവ് ചിഹ്നം തന്നെ വരച്ചിട്ട് അതിൽ ഡിഫറെൻറ്റ് കളേഴ്സാണ് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഡിസൈൻ കിട്ടിയതിനെ ആ ഡിസൈനിൽ തന്നെ പിടിച്ചിരിക്കണ്ടോ ഗൈസ്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസൈൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ ട്രൈ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെയുള്ള ബോയാണ്. ഞാൻ എപ്പോഴും പാറ്റേൺ പേപ്പർ വരയ്ക്കുമ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ബോയ് എന്തായാലും വരയ്ക്കണം എന്ന്, പക്ഷേ അത് വിട്ടുപോകും. ഇപ്രാവശ്യം ഞാൻ എന്തായാലും ചെയ്തിരിക്കും പറഞ്ഞിട്ട് തന്നെ ബോയ് എന്തായാലും വരച്ചു ഗൈസ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു 3 ഐറ്റം മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ പേപ്പർ. ബാക്കിയുള്ള ഐറ്റം ഫുള്ള് ഗ്രിഡ് ലൈൻസ് ആണ് കേട്ടോ ഗൈസ്. ഞാൻ ഈ ഒരു ഗ്രിഡ് ലൈൻ വരച്ചു, എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ഈ ഒരു കറുപ്പ് പേന വെച്ച് വരച്ചു കൊടുത്തപ്പോൾ ശരിക്കും ഒരു 3D എഫക്റ്റ് നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയുള്ളത് ഫുള്ള് ഇങ്ങനത്തെ കളർ ഡിഫറെൻറ്റ് കളേഴ്സ് അങ്ങോട്ട് വരച്ചെടുക്കണമെന്ന്. അതുകൊണ്ട് ഫുള്ള് ഗ്രിഡ് ലൈൻസ് തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ ഫൈനൽ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അതാണ് ഞാൻ പിന്നെയും ഗ്രിഡ് ലൈൻസ് തന്നെ വരച്ചു കൊടുത്തത് കേട്ടോ. ഞാൻ ആദ്യം ഈ ഗ്രിഡ് ലൈൻസ് ഒക്കെ വരയ്ക്കുമ്പോൾ ഈ അക്രിലിക് കളേഴ്സ് കൊണ്ട് തന്നെയായിരുന്നു ഗ്രിഡ് ലൈൻസ് ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഈ പേപ്പറിനെ വൃത്തികേടാക്കും. അപ്പോൾ തൊട്ട് ഞാൻ വിചാരിച്ചു ഇനി ഞാൻ അക്രിലിക്കും കൊണ്ട് ഈ ഒരു ഗ്രിഡ് ലൈൻസ് വരയ്ക്കില്ല എന്ന്. പിന്നെ ഈ ഒരു പെസ്റ്റൽ കളേഴ്സും ഇങ്ങനത്തെ ഒരു ബ്രഷ് പെന്ന് കിട്ടിയപ്പോൾ ഞാൻ ഇതിൽ വെച്ച് ചെയ്ത് നോക്കി. ആദ്യം ഞാൻ സ്കെയിൽ വെച്ചിട്ട് വരച്ചപ്പോൾ ഫുള്ള് കുളമായിട്ടോ ഗൈസ്. പിന്നെ ഞാൻ സ്കെച്ച് വെച്ചിട്ട് തന്നെ വരച്ച് തുടങ്ങിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടി. നമ്മളിതാ 10 പാറ്റേൺ പേപ്പർ എടുത്തിട്ടുണ്ട്. അതും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടി ഗൈസ്. എനിക്ക് നല്ല വൃത്തിക്ക് തന്നെ കിട്ടി. എന്തോ ഇപ്രാവശ്യം നമ്മൾ ജേർണൽ കിറ്റ് ഉണ്ടാക്കണതിൽ ഒന്നും അങ്ങനെ കുളമായിട്ടില്ല, എല്ലാം നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കുറച്ച് ഫ്രെയിംസ് ഉണ്ടാക്കാം. നമ്മൾ ഫ്രെയിംസ് ഉണ്ടാക്കുന്നത് ഈ ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫ്രെയിം ഇതിലാണ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിന് കറക്റ്റ് വീതിയിലൊക്കെ നിൽക്കുന്ന തരത്തിൽ വേണം നമ്മൾ ഫ്രെയിംസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ നീളം വീതിയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫ്രെയിംസിൻ്റെ അളവൊക്കെ എടുത്തിട്ട് വരച്ചു കൊടുക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും പെട്ടെന്ന് തീർന്നൊരു സാധനം ഈ ഒരു ഫ്രെയിംസ് ആയിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ ആദ്യം കുറേ വിചാരിച്ചു ഈ ഒരു ഐറ്റം ഉണ്ടാക്കണോ വേണ്ടയോ എന്ന്. പക്ഷേ തുടങ്ങിയതും അറിഞ്ഞില്ല അവസാനിച്ചതും അറിഞ്ഞില്ല.
പറഞ്ഞില്ല, അങ്ങനെയായിരുന്നു. ഇത് നല്ലൊരു റിലാക്സിങ് പരിപാടിയായിരുന്നു. പിന്നെ ഇതിൽ നമ്മൾക്ക് ഇങ്ങനെ പെർഫെക്ഷനും കാര്യങ്ങളും ഇല്ല. ഇഷ്ടമുള്ള രീതിക്ക് അങ്ങോട്ട് ഡിസൈൻ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. നമ്മൾ സാധാ ജേണൽ കിറ്റ് വാങ്ങുമ്പോഴും ഇതേ തരത്തിലുള്ള ഫ്രെയിംസ് തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. എന്നിട്ട് അതിൻ്റെ ഉള്ളും കട്ട് ചെയ്യണം, പുറമേ ഒന്നും കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വേറെ പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ പൊതുവേ ഇതിങ്ങനെ വരച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇതൊരു കവായി ടൈപ്പിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഈ ഫ്രെയിംസിലൊന്ന് കളറും കൂടെ ചെയ്ത് ഒന്ന് ക്യൂട്ടാക്കി എടുക്കും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കട്ട് ചെയ്ത് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടി. അപ്പം നമ്മൾ ഈ ഒരു ഐറ്റത്തിൻ്റെ ഫുള്ള് നമ്മൾ ഒരു കവറിലിട്ടിട്ട് ഫ്രെയിംസിൽ നിന്നും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് എൻവലപ്പ് ഉണ്ടാക്കാം. നമ്മൾ എൻവലപ്പ് ഉണ്ടാക്കുന്നത് നോർമലി കണ്ടുവരുന്ന എൻവലപ്പ് അല്ലാട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എൻവലപ്പാണ്. ഇപ്പോൾ ജേർണലിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, പിൻട്രസ്റ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയുണ്ടാവും ഈ ഒരു ടൈപ്പ് എൻവലപ്പ്. അതുണ്ടാക്കാനായിട്ട് നമ്മളിവിടെ വാട്ടർ കളറിൻ്റെ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ വാട്ടർ കളേഴ്സ് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് അതേപോലെ ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നീലയും പിങ്കും കളറുമാണ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിനെ ഒന്ന് ഇതേപോലെ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ ഈ ഒരു സൈഡ് എൻവലപ്പിനെ പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എൻവലപ്പ് റെഡിയായി. ഇനി അത് ഒന്ന് ക്യൂട്ടാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ 2 ബോയും കൂടെ അതിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോയിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഡബിൾ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇതിൻ്റെ നടുക്കൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എൻവലപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള എൻവലപ്പ് 2 ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അടുത്തായിട്ട് നമുക്കൊരു ബൊക്കെ ഡ്രോയിങ് ചെയ്യാം. ബൊക്കെ ഡ്രോയിങ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. അതിനായിട്ട് നിങ്ങളുടെ പിൻട്രസ്റ്റിൽ ബൊക്കെ ഓഫ് ഫ്ലവർ ഇല്ലുസ്ട്രേഷൻ അങ്ങോട്ട് അടിച്ചു കൊടുത്ത് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കുറേയധികം ബൊക്കെകൾ വരും. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ ഏതാണോ താല്പര്യം, ഏതാണ് സിമ്പിളായിട്ട് കിട്ടുന്നത് അതെടുത്തിട്ട് അങ്ങോട്ട് വരച്ചു കൊടുക്കുക. ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസൊക്കെ അങ്ങോട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഈ ബൊക്കേൻ്റെ ഉള്ളിൽ വെക്കാനുള്ള പൂക്കളാണ് ഞാൻ ആദ്യം വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്, എങ്ങനത്തെ തരം പൂക്കളൊക്കെയാണോ വേണ്ടത് അങ്ങനത്തെ തരം ഐറ്റംസൊക്കെ നിറയെ അങ്ങോട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഐറ്റം ഈ ബൊക്കയിൽ വെച്ച് കഴിഞ്ഞാലും ബാക്കി വരികയാണെങ്കിൽ നമുക്ക് ജേർണലിങ്ങിൽ ഒട്ടിക്കാനായിട്ട് സ്റ്റിക്കറായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതുവരെ ഈ ഒരു ഐറ്റം നമ്മൾ ജേർണലിങ് കിറ്റൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ഇതുവരെ ഏതിലും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ്. അതായത് നമ്മൾ ജേർണലിംഗ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഇനി അടുത്തൊരു ജേർണൽ കിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു സാധനം എന്തായാലും ട്രൈ ചെയ്തിരിക്കും. അത്രയ്ക്ക് രസമുണ്ടായിരുന്നു ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ എനിക്കറിയാവുന്ന തരത്തിലുള്ള പൂക്കളൊക്കെയാണ് ഞാൻ വരച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് കുറേ സ്ഥലം വേസ്റ്റായിട്ട് വന്നപ്പോൾ കിട്ടിയ ഡ്രോയിങ് ഒക്കെ അവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെയാണ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം വന്നത്. എനിക്ക് ബൊക്കെ വരയ്ക്കാൻ തീരെ അറിയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ നോക്കി ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടത് വരച്ചെടുക്കുക ചെയ്തത്. ഇത് കുറച്ച് ഡിഫിക്കൾട്ടായിട്ടുള്ള ബൊക്കെയാണ് ഞാൻ ആദ്യം ചൂസ് ചെയ്തത്. ഞാൻ പിന്നെ വിചാരിച്ചു ഒന്ന് സിമ്പിളായിട്ടുള്ളത് ചെയ്ത് നോക്കിയാൽ മതിയായിരുന്നു, എന്തിനാണ് ഡിഫിക്കൾട്ടായിട്ടുള്ളത് എടുത്തതെന്നുള്ളത്. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാനത് വരച്ചെടുത്തു. പിന്നെയും ഞാൻ അതേ ടൈപ്പ് വരച്ചെടുക്കാൻ നോക്കിയപ്പോൾ അത് തെറ്റിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ചു മതി രമണ മതി, ഇനിയിപ്പോൾ സിമ്പിളായിട്ടുള്ള നമുക്ക് വേറെ എൻവലപ്പ് മോഡൽ ബൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു എൻവലപ്പിൻ്റെ ഡിസൈൻ ഇവിടെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളുടെ മെയിൻ ലക്ഷ്യം ഈ ബൊക്കെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഞാൻ പിൻട്രസ്റ്റ് പിന്നെയും നോക്കിയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ അങ്ങോട്ട് കണ്ടുപിടിച്ചിട്ട് അതങ്ങോട്ട് വരച്ചു കൊടുത്തു. അത് വലിയ രസമില്ല, എന്നാലും ഞാൻ നമ്മൾ പിന്നെ ആ പൂക്കൾ വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ട് ഈ ബൊക്കേൻ്റെ ഡിസൈൻ അങ്ങോട്ട് അറിയില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ സൈഡുകളൊക്കെ കുറച്ച് വൃത്തിക്കെടുത്തിട്ട് എങ്ങനെയൊക്കെയോ ഞാൻ വരച്ചെടുക്കുക ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വരച്ചെടുത്ത പൂക്കളിൽ ഫുള്ള് നമ്മൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അങ്ങോട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഫുള്ള് അങ്ങനത്തെ യെല്ലോ, ബ്ലൂ അങ്ങനത്തെയുള്ള സെയിം കളേഴ്സ് തന്നെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബൊക്കയിലും കൂടെ ഈ ഒരു കളേഴ്സ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്ത പരിപാടി ഇതിനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ്. ഇതൊരു ടാസ്ക് പിടിച്ച പരിപാടിയായിരുന്നു. ഒരു 1.5 മണിക്കൂറിലെ പരിശ്രമത്തിനൊടുവിൽ ഞാൻ ഈ കണ്ട സാധനങ്ങൾ ഫുള്ള് കട്ട് ചെയ്തെടുത്തു. ഇത് കട്ട് ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഗൈസ്. ഇനി നമ്മൾ ആ ഒരു ബൊക്കെ എടുത്തിട്ട് അതിൻ്റെ നടുവിൽ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഇനി നമ്മളുടെ ഏതൊക്കെ പൂക്കളാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടേണ്ടത് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു ടൈപ്പിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ പറ്റില്ല, അതുകൊണ്ട് ഡബിൾ ടേപ്പ് ഞാൻ ഒട്ടിച്ചിട്ട് അത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക ചെയ്തത്. ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഉള്ളിലേക്ക് ഇടാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല ഗൈസ്. കുറച്ച് നല്ല വൃത്തിക്ക് കീറണമായിരുന്നു.
എന്നിട്ട് പിന്നെ അടുത്തയിലൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഒരു നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം നല്ല രസത്തിൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പരിപാടി. ഇത് ഇടുന്നത് നല്ല രസമാണ്, പക്ഷെ കട്ട് ചെയ്യുന്ന പരിപാടി അയ്യോ അതൊരു ടാസ്ക് പിടിച്ച കാര്യമാണ്. എനിക്ക് അമ്മ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ കട്ട് ചെയ്യാൻ, അമ്മ പണിക്ക് പോയി. അപ്പോൾ ഞാൻ തന്നെയാണ് ഇതൊക്കെ ഫുള്ള് കട്ട് ചെയ്തെടുത്തത്. ഇനി നമ്മൾ ഈ ഒരു എൻവലപ്പിന് ഇതേപോലെ അതിൻ്റെ നടുഭാഗം ഇങ്ങനെ കീറിയിട്ട് നമ്മൾക്ക് ഏതൊക്കെ പൂക്കളാണോ അതിൻ്റെ നടുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ആ സാധനങ്ങളൊക്കെ ഫുള്ള് ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാനിങ്ങനെ പിൻട്രസ്റ്റ് നോക്കിയപ്പോൾ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഇൻസ്പയർ ആയിട്ട് ഉണ്ടാക്കിയതാണ്. എൻ്റെ സ്വയം ഐഡിയ ഒന്നുമല്ല. ചേച്ചി കോപ്പിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം എന്തായാലും കോപ്പി തന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ടു, ഞാനതങ്ങോട്ട് ഉണ്ടാക്കി. നിങ്ങൾക്ക് ഇത് കണ്ടിഷ്ടപ്പെട്ടോ നിങ്ങളും ഉണ്ടാക്കുക. അപ്പോൾ ഈ ഫുൾ ഐറ്റവും നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ കിട്ടി ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഐറ്റം. ഇനി നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇനി എല്ലാ ഐറ്റംസ് തന്നെ ഈ ഒരു ജേർണൽ കിറ്റിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബുക്ക് ആ ജേർണൽ കിറ്റിൻ്റെ ഉള്ളിലേക്ക് കൊള്ളുന്നില്ല, അതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനം ഉണ്ട് മൊത്തത്തിലൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് വണ്ണ് വരുന്ന ഈ ഒരു ബുക്കാണ്. അപ്പോൾ ബുക്ക് നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പേജ് പോലും നമ്മൾക്ക് ഡാമേജ് ആയിട്ടോ അങ്ങനെയൊന്നും വന്നിട്ടില്ല, നല്ല രസത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതേ ഒരു ജേർണൽ കിറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എടുക്കുന്നത് നമ്മൾ വാഷി ടേപ്പാണ്. അപ്പോൾ വാഷി ടേപ്പ് നമ്മൾ 6-7 വാഷി ടേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടിയപ്പോൾ ഒറ്റ ഞാൻ പിന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്ര 7 വാഷി ടേപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പോളറോയിഡ് പെയിൻറ്റിങ്, ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല. അപ്പോൾ ഇത്ര ഐറ്റംസ് ഞാൻ ഇത്രയും പ്രതീക്ഷയിലോട്ട് കട്ട് ചെയ്തൊക്കെ വന്നപ്പോൾ ഇത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു ഗൈസ്. ഇനി നമ്മൾ ജേർണലിങ് ചെയ്ത് അങ്ങോട്ട് പൊളിക്കും. അപ്പോൾ അടുത്തതായിട്ട് കോഡ്സാണ്. കോഡ്സ് എല്ലാം നമ്മൾ ഇതേപോലെ കവറിലൊക്കെ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോഡ്സ് കാണിച്ചു തരാം. ഇത്രയും കോഡ്സ് നമ്മൾ കട്ട് ചെയ്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കുറച്ച് ക്യൂട്ട് കവായി സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ കവായി സ്റ്റിക്കർ നമ്മൾ ഇതെത്രത്തോളം എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് കുറഞ്ഞു പോയോ? ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫ്ലവർ സ്റ്റിക്കേഴ്സാണ്. ഇതാണ് എനിക്ക് ഉണ്ടാക്കിയതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടത്, നല്ല അടിപൊളിയായിട്ട് കിട്ടി. ഇനി അടുത്തത് ഡൈ പോസി സ്റ്റാമ്പ്സ് ആണ്. അതും നമ്മൾ ഇത്ര എണ്ണത്തോളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് വരുന്നത് ഫ്രെയിംസ് ആണ്. ഫ്രെയിംസ് നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ബൊക്കയാണ്. ഇത് നല്ല കിടിലമായി ഇതേപോലെ കിട്ടി. ഇനി അടുത്തത് എൻവലപ്പാണ്. നമ്മൾ 2 എൻവലപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നല്ല വൃത്തിക്ക് തന്നെ ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ പാറ്റേൺ പേപ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ 10 പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റംസ് ഫുള്ള് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട. ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്. അപ്പോൾ വെക്കേഷൻ ടൈമിലാണ് നമുക്ക് ടൈം കിട്ടുള്ളൂ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ നമ്മൾക്ക് അടിപൊളിയായിട്ട് പുതിയ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് സ്കൂളിൽ പോകാം. അപ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിക്കോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഇന്ന് ജേർണലിങ് ചെയ്യുന്നില്ല, കാരണം കുറേ ടൈം ലാഗായി എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ വെച്ചിട്ട്